ഇന്ന് നാം പറയാൻ പോകുന്നത് റിക്വയർമെൻറ്റ് എഞ്ചിനീയറിങ്ങിലെ എലിസിറ്റേഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ്. എലിസിറ്റിംഗ് റിക്വയർമെൻറ്റ്സ് എഞ്ചിനീയറിംഗ് പ്രോസസ്സിലെ ബേസിക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എലിസിറ്റിംഗ് റിക്വയർമെൻറ്റ്സ് ആണ്. റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ എന്നുള്ള വാക്ക് തന്നെ നമുക്ക് അറിയാം. നമ്മൾ മുന്നേ പറഞ്ഞ വാക്കുകൾ തന്നെയാണ്. എലിസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ റിക്വയർമെൻറ്റ്സ് ഗ്യാതറിങ് തന്നെയാണ്. റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്യുക, റിക്വയർമെൻറ്റ്സ് ഗ്യാതറിങ്. ഇതിൽ വരുന്ന പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എലമെൻറ്റ്സ് ഓഫ് പ്രോബ്ലം സോൾവിങ് ആണ്. അതായത് നമ്മുടെ വർക്ക് ചെയ്യാൻ ആവശ്യമായ റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. എലമെൻറ്റ്സ് ഓഫ് പ്രോബ്ലം സോൾവിങ്, ഇലാബറേഷൻ, നെഗോസിയേഷൻ ആൻഡ് സ്പെസിഫിക്കേഷൻ. ഈ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ട് നിങ്ങൾ അറിയുന്ന കാര്യങ്ങളാണ്. ഞാൻ വീണ്ടും അതിലേക്ക് പോകുന്നില്ല. ഇത്രയും കാര്യങ്ങൾ സോൾവ് ചെയ്യാനാണ് നമ്മൾ എലിസിറ്റേഷൻ എന്നുള്ള പ്രോസസ്സ് പോകുന്നത്. എലിസിറ്റേഷൻ കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള സ്റ്റേജുകളിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ എലിസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കി നമുക്ക് പറയാം, ഇറ്റ് ഈസ് എ റിക്വയർമെൻറ്റ് ഗ്യാതറിങ് പ്രോസസ്സ്. ഇനി നമുക്കതിൽ പറയുന്നത് ആ ഒരു പ്രോസസ്സിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ബാക്കി ഇതിൽ പറയുന്നത്. In order to encourage a collaborative team-oriented approach to requirement gathering, ഈ ഒരു റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ എന്നുള്ള പ്രോസസ്സ് ശരിക്കും ഒരു ടീം വർക്കാണ്. അതിൽ കസ്റ്റമറും സ്റ്റേക്ക് ഹോൾഡേഴ്സ്, സബ്ജക്റ്റ് എക്സ്പേർട്ടേഴ്സ്, ഡെവലപ്പേഴ്സ്, എൻജിനീയേഴ്സ് ഇവരെല്ലാവരും കൂടിച്ചേർന്നൊരു മീറ്റിംഗ് തന്നെയാണ് എലിസിറ്റേഷൻ വഴി നടക്കുന്നത്. അതിലൂടെയാണ് എലിസിറ്റേഷൻ നടക്കുന്നത്. അങ്ങനെയുള്ള ഒരു പ്രോപ്പർ മീറ്റിംഗ് വഴി നമ്മളൊരു അജണ്ട തയ്യാറാക്കുക. അജണ്ട മീൻസ് ഒരു ഫോമലായിട്ട് ഇന്നത് വേണം എന്നുള്ള, ഇന്ന റിക്വയർമെൻറ്റ്സ് മസ്റ്റാണ് എന്നുള്ളത് രേഖപ്പെടുത്തി അതിൽ ഇൻഫോർമലായ കുറേ റിക്വയർമെൻറ്റ്സും കൂടി രേഖപ്പെടുത്തി. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സ് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് റിക്വയർമെൻറ്റ്സും കൂടി ആഡ് ചെയ്യും. ആ ഒരു പ്രോസസ്സിനെയാണ് റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ഓർഡർ ടു എൻകറേജ് എ കൊളാബറേറ്റീവ് ടീം ഓറിയൻറ്റഡ് അപ്രോച്ച് ടു റിക്വയർമെൻറ്റ് ഗ്യാതറിങ്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊളാബറേറ്റീവായ ടീം ഓറിയൻറ്റഡ് അപ്രോച്ചാണ് റിക്വയർമെൻറ്റ് ഗ്യാതറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് വർക്ക് ടുഗദർ ടു ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം. സ്റ്റേക്ക് ഹോൾഡേഴ്സ് പ്രോബ്ലം സോൾവ് ചെയ്യാനും വേണ്ടി റിക്വയർമെൻറ്റ്സ് ഗ്യാതർ ചെയ്യുന്നു. പ്രൊപ്പോസ് എലമെൻറ്റ്സ് ഓഫ് സൊല്യൂഷൻ, നെഗോഷിയേറ്റ് ഡിഫറെൻറ്റ് അപ്രോച്ചസ് ആൻഡ് സ്പെസിഫൈ എ പ്രിലിമിനറി സെറ്റ് ഓഫ് സൊല്യൂഷൻ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ ആദ്യത്തെ ഒരു നമ്മുടെ വർക്ക് കവർ ചെയ്യാൻ വേണ്ട റിക്വയർമെൻറ്റ്സിനെ ചൂസ് ചെയ്യുന്നു. പിന്നെ വേണ്ട കാര്യങ്ങൾ എനിക്ക് ആവശ്യാനുസരണം എത്രത്തോളം റിക്വയർമെൻറ്റ്സ് വേണമെന്ന് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഡെവലപ്പേഴ്സും കൂടി ഡിസൈഡ് ചെയ്തിട്ട് തീരുമാനിക്കുന്നു. അതാണ് എലിസിറ്റേഷൻ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റിൽ പറയുന്നത് കൊളാബറേറ്റീവ് റിക്വയർമെൻറ്റ്സ് ഗ്യാതറിംഗ് ആണ്. കൊളാബറേറ്റീവ് റിക്വയർമെൻറ്റ്സ് ഗ്യാതറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെനി ഡിഫറെൻറ്റ് അപ്രോച്ചസ് ടു കൊളാബറേറ്റീവ് റിക്വയർമെൻറ്റ്സ് ഗ്യാതറിംഗ് ഹാവ് ബീൻ പ്രപ്പോസ്ഡ്. ഈച്ച് മേക്സ് യൂസ് ഓഫ് എ സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് സെനാരിയോ ബട്ട് ഓൾ അപ്ലൈ സം വേരിയേഷൻ ഓൺ ദി ഫോളോവിങ് ബേസിക് ഗൈഡ് ലൈൻസ്. കൊളാബറേറ്റ് റിക്വയർമെൻറ്റ് ഗ്യാതർ എന്ന് പറഞ്ഞാൽ കൂടിച്ചേർന്നുകൊണ്ട് ഒരു മീറ്റിംഗ് വഴിയോ അല്ലെങ്കിൽ മറ്റൊരു ഓർഗനൈസേഷനിലോ ഡെവലപ്പ് ചെയ്തിട്ട് റിക്വയർമെൻറ്റ്സ് ഗ്യാതർ ചെയ്യുന്ന രീതിയാണ് കൊളാബറേറ്റീവ് റിക്വയർമെൻറ്റ് ഗ്യാതറിംഗ് എന്ന് പറയുന്നത്. അതിലൊരുപാട് ബേസിക് ഗൈഡ് ലൈൻസ് നമ്മൾ ചില ക്വസ്റ്റ്യൻസിലൊക്കെ കണ്ടിട്ടുള്ള ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഒന്ന്, ഒരു കൊളാബറേറ്റീവ് റിക്വയർമെൻറ്റ് ഗ്യാതറിങ്ങിലെ ബേസിക് ഗൈഡ് ലൈൻസ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കൊളാബറേറ്റീവ് റിക്വയർമെൻറ്റ് ഗ്യാതറിങ്ങിലെ ബേസിക്കായ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്, ഒന്നാമത് മീറ്റിംഗ് ആർ കണ്ടക്റ്റഡ് ആൻഡ് അറ്റൻഡഡ് ബൈ ബോത്ത് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡർ. മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നവർ അറ്റൻഡ് ചെയ്യുന്നതും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സും കസ്റ്റമേഴ്സും ഒരേ സമയം അറ്റൻഡ് ചെയ്യുക. റൂൾസ് ഫോർ പ്രിപ്പറേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ ആർ എസ്റ്റാബ്ലിഷ്ഡ്. പ്രിപ്പറേഷനും പാർട്ടിസിപ്പേഷനും റൂൾസ് പ്രകാരം നടക്കണം. അതായത് ഒരു റിക്വയർമെൻറ്റ്സ് എങ്ങനെ ചെയ്യണം എന്നുള്ള എല്ലാം അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട്, അത് ഒബേ ചെയ്യണം എന്നാണ് പറഞ്ഞത്. മീറ്റിങ്ങിൽ അതുപോലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറും സ്റ്റേക്ക് ഹോൾഡേഴ്സും വേണം. കാരണം സ്റ്റേക്ക് ഹോൾഡേഴ്സും സോഫ്റ്റ്വെയർ എഞ്ചിനീയറും ഉണ്ടെങ്കിൽ മാത്രമേ കംപ്ലീറ്റ് ആയ റിക്വയർമെൻറ്റ്സ് ഗ്യാതറിങ് അവിടെ നടക്കുകയുള്ളൂ. അല്ലാതെ കസ്റ്റമർ സൈഡ് എന്താണെന്ന് അറിയാതെയോ അല്ലെങ്കിൽ എഞ്ചിനീയറിൻ്റെ സൈഡ് എന്താണെന്ന് അറിയാതെയോ ഉള്ളൊരു കമ്മ്യൂണിക്കേഷൻ വഴി ഒരിക്കലും കറക്റ്റായ ഒരു എലിസിറ്റേഷൻ നടക്കില്ല. പിന്നെ പറയുന്ന റൂൾസ് എന്തൊരു ഡെവലപ്മെൻ്റ് ആയാലും അതിൻ്റെ റൂൾസ് ഒബേ ചെയ്യണം. പ്രിപ്പറേഷനിലായാലും പാർട്ടിസിപ്പേഷനിലായാലും അത് ചെയ്യണം. ആൻഡ് അജണ്ട ഈസ് സജസ്റ്റഡ് ദാറ്റ് ഈസ് ഫോർമൽ ഇനഫ് ടു കവർ ഓൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. എല്ലാ ഇമ്പോർട്ടൻ്റായ പോയിൻറ്റും കവർ ചെയ്യുന്ന തരത്തിലുള്ള അജണ്ട തയ്യാറാക്കുക. അതായത്
ഇൻഫോർമലായ റിക്വയർമെൻറ്റ്സ് ഉണ്ട്, ഫോർമലായ റിക്വയർമെൻറ്റ്സ്. ഫോർമലായ റിക്വയർമെൻറ്റ്സ് മസ്റ്റായിട്ടും വേണ്ടതാണ്. ഇൻഫോർമൽ എന്ന് പറയുന്നത് ഇൻഫോർമലായ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പറയണമെങ്കിൽ ഈ പ്രധാനപ്പെട്ട ഇതല്ല, പക്ഷേ എന്താണ് നമ്മുടെ വർക്ക് പ്രോപ്പറാക്കാൻ വേണ്ടി നമ്മൾ ഈ അജൈൽ പ്രോസസ് മോഡൽ പഠിച്ച പോലെ അതിൽ പറയുന്ന മാതിരി അതിൻ്റേതായ നമ്മുടെ ഫിലോസഫിക്കലായ അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് വഴി ഡെവലപ്പ് ചെയ്യുക. അത് കുറച്ചും കൂടി വർക്ക് നന്നാവാൻ, വർക്കിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കസ്റ്റമറിന് കിട്ടാൻ കഴിയും. അത് ഇൻഫോർമലാണ്, ഫോർമലല്ല. അത് ഫോർമൽ റിക്വയർമെൻറ്റ്സ് അത് മസ്റ്റാണ്. ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഡെവലപ്പറിൻ്റെയും കസ്റ്റമറിൻ്റെയും സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു റിക്വയർമെൻറ്റ്സാണ്. അതെല്ലാം സജസ്റ്റ് ചെയ്യൽ. പിന്നെ എന്ന് പറഞ്ഞത് ഫെസിലിറ്റേറ്റർ കൺട്രോൾ ദ മീറ്റിംഗ്. പിന്നെ അടുത്തതായിട്ട് പറയുന്ന ഒരു ഗൈഡ് ലൈൻസ് പറയുന്ന ഫെസിലിറ്റേറ്ററാണ് ഈ ഒരു മീറ്റിംഗ് കൺട്രോൾ ചെയ്യുന്നത്. ഈ മീറ്റിംഗ് എന്ന് പറയുന്നത് കസ്റ്റമറും സ്റ്റേക്ക് ഹോൾഡേഴ്സും അല്ലെങ്കിൽ കസ്റ്റമർ അല്ലെങ്കിൽ പിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഇവരെല്ലാം കൂടി ചേർന്ന ആ മീറ്റിങ്ങിനാണ് പറയുന്നത്. അതിൽ കസ്റ്റമർ ആവാം, ഡെവലപ്പർ ആവാം, ഔട്ട്സൈഡർ ആവാം, ആരോ ആവാം. ഈ ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്നത് ഒന്നുകിൽ കസ്റ്റമർ ആവാം, അല്ലെങ്കിൽ ഡെവലപ്പർ ആവാം, അല്ലെങ്കിൽ ഒരു ഔട്ട്സ്റ്റാൻഡർ ആവാം, പുറത്തുനിന്നുള്ള ഒരാളാവും. ഈ ഒരു മീറ്റിംഗ് കൺട്രോൾ ചെയ്യാം. അയാൾ പറയുന്ന പേരാണ് ഫെസിലിറ്റേറ്റർ, മീറ്റിംഗ് കൺട്രോൾ ചെയ്യുന്ന വ്യക്തി. ഡെഫിനിഷൻ മെക്കാനിസം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു കൊളാബറേറ്റീവ് മീറ്റിംഗ് വഴി ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എങ്ങനെ സൂക്ഷിക്കും. ഒരു ഇലക്ട്രോണിക് ബുള്ളറ്റിൻ ബോർഡ് ആവാം, ചാർട്ട് റൂം ആവാം, വെർച്വൽ ഫോർ ആവാം, ഫ്ലിപ്പ് ചാർട്ട് ആവാം, വാൾ സ്റ്റിക്കർ ആവാം, വർക്ക് ഷീറ്റ് ആവാം. ഏതോ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആ രീതിയിൽ നമുക്ക് ഈ ഒരു അജണ്ട സൂക്ഷിക്കാൻ, അതായത് ഈ ഒരു മീറ്റിംഗ് വഴിയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയും, ഒരു ഡോക്യുമെൻറ്റേഷനായിട്ട് സൂക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് കൊളാബറേറ്റീവ് റിക്വയർമെൻറ്റ് ഗ്യാതറിങ്ങിലെ ബേസിക് ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ് എന്നുള്ളത്. കൊളാബറേറ്റീവ് റിക്വയർമെൻറ്റ്സ് ഗ്യാതറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുമിച്ചുള്ള ഒരു ഓർഗനൈസേഷൻ വഴി ഡെവലപ്പ് ചെയ്യുന്ന റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ നേടുന്ന റിക്വയർമെൻറ്റ്സ് എന്നാണ്. അപ്പോൾ എലിസിറ്റേഷൻ റിക്വയർമെൻറ്റ്സ് ഒരു മെയിനായിട്ടുള്ളൊരു പോയിൻ്റാണ് കൊളാബറേറ്റീവ് റിക്വയർമെൻറ്റ് ഗ്യാതറിംഗ് എന്ന് പറഞ്ഞത്. അത് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന കാര്യം തന്നെയാണ്, പക്ഷേ നമ്മൾ പെട്ടെന്നത് മറന്നു പോകാനും ചാൻസുള്ളൊരു പോയിൻ്റാണ് കൊളാബറേറ്റീവ് റിക്വയർമെൻറ്റ് ഗ്യാതറിംഗ് എന്ന് പറയുമ്പോൾ. അതൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിൻ്റ് അല്ലാതെ ഒഴിവാക്കി കളയാൻ ചാൻസ് ഉള്ളൊരു പോയിൻ്റ് കൂടിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി പറയാം, കൊളാബറേറ്റീവ് റിക്വയർമെൻറ്റ് ഗ്യാതറിംഗ് എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ വഴി ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ മീറ്റിംഗ് വഴിയോ ഡെവലപ്പ് ചെയ്യുന്ന ഒന്നാണ് കൊളാബറേറ്റീവ് റിക്വയർമെൻറ്റ് ഗ്യാതറിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബേസിക് ഗൈഡ് ലൈൻസ് പറയുമ്പോൾ ഒരു മീറ്റിംഗ് ആകുമ്പോൾ ആ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യലും അറ്റൻഡ് ചെയ്യുമ്പോഴും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സും കസ്റ്റമർ സൈഡും രണ്ട് സൈഡും ഉണ്ടാവണം, അത് മസ്റ്റാണ്. പിന്നെ ആ റൂൾസ് പ്രിപ്പറേഷനായാലും പാർട്ടിസിപ്പേഷനായാലും അതിൻ്റെ റൂൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. പിന്നെ അതിൻ്റെ അജണ്ട വേണം, അല്ലെങ്കിൽ ഇൻഫോർമലും ഫോർമലും ആയിട്ടുള്ളത് ഉണ്ടാവും. അതുപോലെ തന്നെ ഇൻഫോർമലും ഫോർമലായിട്ട് റിക്വയർമെൻറ്റ്സും ഉണ്ടായിരിക്കും, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വേണം. പിന്നെ ഒരു ഫെസിലിറ്റേറ്റർ ഉണ്ടാവും, ഒരു ഡെഫിനിഷൻ മെക്കാനിസം ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് കൊളാബറേറ്റീവ് റിക്വയർമെൻറ്റ് ഗ്യാതറിലെ ബേസിക് ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത രണ്ടാമതായിട്ട് നമുക്ക് ഈ എലിസിറ്റേഷൻ റിക്വയർമെൻറ്റ്സിൽ പറയാനുള്ള QFT ആണ്. QFT മീൻസ് ക്വാളിറ്റി ഫങ്ഷൻ ഡെവലപ്മെൻറ്റ്. ആ പേര് തന്നെ ഉണ്ട്, ക്വാളിറ്റി ഫങ്ഷൻ ഡെവലപ്മെൻറ്റ്. ക്വാളിറ്റി മാനേജ്മെൻറ്റിന് വേണ്ടി ഉള്ളതാണ് QFT. അതായത് ഇപ്പോൾ നമ്മുടെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ സോഫ്റ്റ്വെയർ അല്ല, റിക്വയർമെൻറ്റ്സ് ആണ്. അപ്പോൾ റിക്വയർമെൻറ്റ്സിൻ്റെ ക്വാളിറ്റി മാനേജ് ചെയ്യാനുള്ള ഒന്നാണ് QFT എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും QFT നമുക്ക് കൺഫ്യൂഷൻ വരാം, ഒരു സോഫ്റ്റ്വെയറിൻ്റെ ക്വാളിറ്റിയാണോ, അല്ല, റിക്വയർമെൻറ്റ്സിൻ്റെ ക്വാളിറ്റിയാണ് അവിടെ മാനേജ് ചെയ്യുന്നത്. QFT ഈസ് എ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ടെക്നിക് ദാറ്റ് ട്രാൻസ്ലേറ്റ് ദ നീഡ്സ് ഓഫ് കസ്റ്റമർ ഇൻ ടു ടെക്നിക്കൽ റിക്വയർമെൻറ്റ്സ് ഫോർ സോഫ്റ്റ്വെയർ. ഈ ഒരു QFT വഴി നമ്മളുടെ റിക്വയർമെൻറ്റ്സിനെ ടെക്നിക്കൽ റിക്വയർമെൻറ്റ്സ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, അതായത് സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യാനുസരണത്തിലേക്ക് മാറ്റാൻ നമുക്ക് QFT വഴി കഴിയും. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള, അതായത് നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ വഴിയുള്ള റിക്വയർമെൻറ്റ്സിനെ ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലേക്ക് മാറ്റുന്ന ഒരു ട്രാൻസ്ലേഷനും കൂടി നമുക്ക് QFTയിൽ പറയാം. ടെക്നിക്സ് ദാറ്റ് ട്രാൻസ്ലേറ്റ് ദ നീഡ്സ് ഓഫ് കസ്റ്റമർ ഇൻ ടു ടെക്നിക്കൽ റിക്വയർമെൻറ്റ്. ഈ ഒരു റിക്വയർമെൻറ്റ്സിനെ എങ്ങനെയാണോ കസ്റ്റമറിന് ആവശ്യാനുസരണം നമുക്ക് സോഫ്റ്റ്വെയറിലോട്ട് മാറ്റാൻ കഴിയും എന്നാണ് QFT പറഞ്ഞത്. QFT കോൺസെൻട്രേറ്റ്സ് ഓൺ മാക്സിമം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഫ്രം ദി സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രോസസ്. QFT കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റി ഫങ്ഷൻ ഡെവലപ്മെൻറ്റ് എന്നുള്ള പേര് പോലെ തന്നെ QFTയുടെ പർപ്പസ് എന്ന് പറയുന്നത് കസ്റ്റമറിൻ്റെ മാക്സിമം സാറ്റിസ്ഫാക്ഷനാണ്. അത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രോസസ്സ് വഴി ഒരു കസ്റ്റമറിന് നൽകാവുന്ന മാക്സിമം പീക്ക് ലെവലിലുള്ള സാറ്റിസ്ഫാക്ഷനാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് QFT കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ക്യു എഫ് ടി മെയിനായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് 3 ടൈപ്സ് ഓഫ് റിക്വയർമെൻറ്റ്സ് ആണ്. 3 തരത്തിലുള്ള റിക്വയർമെൻറ്റ്സ് ക്യു എഫ് ടി ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഒന്ന് നോർമൽ റിക്വയർമെൻറ്റ്സ്, രണ്ടാമത്തെ എക്സ്പെക്റ്റഡ് റിക്വയർമെൻറ്റ്സ്, തേർഡ് വൺ എക്സൈറ്റിംഗ് റിക്വയർമെൻറ്റ്സ്. അങ്ങനെ 3 തരത്തിലുള്ള റിക്വയർമെൻറ്റ്സ് ആണ് ക്യു എഫ് ടി ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് നോർമൽ റിക്വയർമെൻറ്റ്സ്, അതായത് ഒരു സാധാ കേസിൽ ഒരു വർക്ക് ഡെവലപ്പ് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സാധാ അതിൽ പ്രത്യേകിച്ചൊരു ഏതെങ്കിലും ഒരു റിക്വയർമെൻറ്റ്സിന് കൂടുതലായിട്ട് പ്രാധാന്യങ്ങളിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന മൊത്തം റിക്വയർമെൻറ്റ്സ് നോർമൽ റിക്വയർമെൻറ്റ്സ്. ദ ഒബ്ജക്റ്റീവ് ആൻഡ് ഗോൾ ദാറ്റ് ആർ സ്റ്റേറ്റഡ് ഫോർ എ പ്രൊഡക്റ്റ് ഓർ സിസ്റ്റം ഡ്യൂറിങ് മീറ്റിംഗ് വിത്ത് ദ കസ്റ്റമർ. കസ്റ്റമറുമായിട്ടുള്ള മീറ്റിംഗ് വഴി നമുക്ക് ആ സിസ്റ്റം അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ആ ഒരു കസ്റ്റമറുടെ ഉദ്ദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇപ്പോൾ കോളേജിൻ്റെ ഒരു സൈറ്റാണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ ആ കോളേജിൻ്റെ സൈറ്റ് ഡെവലപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ ആ വർക്ക് തന്ന സ്റ്റേക്ക് ഹോൾഡർ അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ മനസ്സിൽ എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്, എന്തൊക്കെ ഗോൾസ് ആണുള്ളത് എന്നുള്ളത് നമുക്ക് ആ ഒരു മീറ്റിംഗ് വഴി മനസ്സിലാവും. ആ ഒരു മീറ്റിംഗ് വഴി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് വേണ്ട റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്യാൻ നമുക്ക് കഴിയും. അതാണ് ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ് ദാറ്റ് ആർ സ്റ്റേറ്റഡ് ഫോർ എ പ്രൊഡക്റ്റ് ഓർ സിസ്റ്റം ഡ്യൂറിങ് മീറ്റിംഗ് വിത്ത് ദ കസ്റ്റമറിൻ്റെ മീറ്റിംഗ് വഴി നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇഫ് ദീസ് റിക്വയർമെൻറ്റ്സ് ആർ പ്രസൻറ്റ് ദ കസ്റ്റമർ ഈസ് സാറ്റിസ്ഫൈഡ്. അപ്പോൾ ആ മീറ്റിങ്ങിൽ കസ്റ്റമർ പറഞ്ഞ ആ ഒരു റിക്വയർമെൻറ്റ്സ് എല്ലാം തന്നെ നമ്മുടെ ഈ ഒരു ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയറിൽ ഉണ്ടെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. നമ്മളുടെ ഏറ്റവും നല്ല സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൻ്റെ ഉദ്ദേശവും അതിന് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ അതാണ് ഫസ്റ്റിലെ നോർമൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എഴുതാം. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നോർമൽ റിക്വയർമെൻറ്റ്സിൽ പറയുന്നത് ഗ്രാഫിക്കൽ ഡിസ്പ്ലേസ് ആയിരിക്കാം, സ്പെസിഫിക് ഫങ്ഷൻസ് ആയിരിക്കാം, പിന്നെ അത് നമുക്ക് എങ്ങനെ ഏതൊക്കെ രീതിയിൽ വേണമെങ്കിൽ നമുക്കത് റിക്വയർമെൻറ്റ്സിനെ മനസ്സിലാക്കി കൊടുക്കാം. രണ്ടാമതാണ് എക്സ്പെക്റ്റഡ് റിക്വയർമെൻറ്റ്സ്, പ്രതീക്ഷിക്കുന്ന. നമ്മൾ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു വർക്ക് പറയുമ്പോൾ ആ വർക്കിലുള്ള റിക്വയർമെൻറ്റ്സ് നമുക്കൊരു മനസ്സിലൊരു ഏകദേശമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞൊരു കേസിൽ തന്നെ ഇപ്പോൾ ഒരു വെബ്സൈറ്റാണ്, കോളേജിൻ്റെ സൈറ്റാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കോളേജിൻ്റെ സൈറ്റിൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് കോമൺ ആയിട്ടുള്ളൊരു ആൾക്കറിയാൻ കഴിയും. അതാണ് എക്സ്പെക്റ്റഡ് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. ദീസ് റിക്വയർമെൻറ്റ്സ് ആർ ഇംപ്ലിസിറ്റ് ടു ദ പ്രൊഡക്റ്റ് ഓർ സിസ്റ്റം ആൻഡ് മേ ബി സോ ഫണ്ടമെൻ്റൽ ദാറ്റ് ദ കസ്റ്റമർ ഡസ് നോട്ട് എക്സ്പ്ലിസിറ്റ്ലി സ്റ്റേറ്റ് ദം. അപ്പോൾ ഒരു കസ്റ്റമറിന് അത് എക്സ്പ്ലിസിറ്റ് ഇത് കറക്റ്റായിട്ട് പറയണം എന്നില്ല, ഇംപ്ലിസിറ്റായിട്ട് അത് ഡെവലപ്പറെ മനസ്സിലാക്കും. കോളേജിൻ്റെ സൈറ്റാണ്, സ്റ്റുഡൻ്റ് ആയാലും ടീച്ചർ ആയാലും പിന്നെ അതുപോലെ അഡ്മിനിസ്ട്രേറ്റർ അങ്ങനെയുള്ള കുറച്ച് ടീമുകൾ എന്തായാലും കോളേജ് എന്നുള്ളൊരു ഇതിലുണ്ടായിരിക്കും. അത് പ്രത്യേകിച്ച് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ബാങ്കിലാണെങ്കിൽ തന്നെ അതായത് ക്യാഷ്യർ, അക്കൗണ്ടർ, അതൊക്കെ എന്തായാലും മസ്റ്റായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് പ്രത്യേകം എടുത്തിട്ട് ഇന്ന ആളുകൾ എന്ന് പറയേണ്ട ആവശ്യം, ഇന്ന റിക്വയർമെൻറ്റ്സ് വേണം, അല്ലെങ്കിൽ അഡ്മിഷൻ, അതുപോലെ തന്നെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതെല്ലാം തന്നെ പറയണമെന്നില്ല. കാരണം അതൊരു ആ ഒരു വർക്ക് ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് കൂടിയേ തീരൂ, അത് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അതാ പറയുന്നത് ദീസ് റിക്വയർമെൻറ്റ്സ് ആർ ഇംപ്ലിസിറ്റ് ടു ദി പ്രൊഡക്റ്റ് ഓർ സിസ്റ്റം. മസ്റ്റായിട്ട് വേണ്ട കാര്യമാണ്. മേ ബി സോ ഫണ്ടമെൻ്റൽ, അതായത് കസ്റ്റമർ ഡസ് നോട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയണമെന്നില്ല. ദെയർ ആബ്സെൻസ് വിൽ ബി കോസ് ഫോർ സിഗ്നിഫിക്കൻറ്റ് ഡിസ്സാറ്റിസ്ഫാക്ഷൻ. അതെങ്ങാനും ആ ഒരു വർക്കിൽ നിന്ന് മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ഒരു ഡിസ്സാറ്റിസ്ഫാക്ഷൻ തന്നെയായിരിക്കും. അതായത് സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. കാരണം അത് അത്രയും വേണ്ട കാര്യങ്ങളാണ്. അതിൽ നിന്ന് പോകാമെന്ന് പറയുമ്പോൾ അത് എക്സ്പെക്റ്റ് ചെയ്യുന്ന റിക്വയർമെൻറ്റ്സ് ആണ്. പിന്നെ പറഞ്ഞ എക്സൈറ്റിംഗ് റിക്വയർമെൻറ്റ്സ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ റിക്വയർമെൻറ്റ്സ് അതിൽ വരാം. അത് എഞ്ചിനീയറിൻ്റെ കഴിവാണ്. നമ്മുടെ കസ്റ്റമറിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് കസ്റ്റമറിൻ്റെ മനസ്സിനനുസരിച്ചിട്ട് ഒരു വർക്ക് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൽ റിക്വയർമെൻറ്റ്സ് ചേർന്നു കഴിഞ്ഞാൽ വർക്ക് കുറച്ചും കൂടി ബെറ്റർ ആവും എന്നുള്ളത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൻ്റെ കാഴ്ചപ്പാടാണ്. അതുവഴി കസ്റ്റമറിൻ്റെ പ്രതീക്ഷിക്കാത്തൊരു സന്തോഷം കിട്ടും. പ്രതീക്ഷിക്കാത്തൊരു സമ്മാനം കിട്ടിക്കഴിഞ്ഞാലുണ്ടാകുന്നൊരു സന്തോഷം പോലെ തന്നെയാണ് പ്രതീക്ഷിക്കാത്തൊരു സംഭവം കാണുകയാണ്. അത് സാറ്റിസ്ഫാക്ഷൻ തരുന്നതാണെങ്കിൽ നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയ്ക്ക് നന്നാക്കാൻ അത് കഴിയുമായിരുന്നു എന്നുള്ളത് തോന്നും. അതാണ് എക്സൈറ്റ് റിക്വയർമെൻറ്റ്സ്. അപ്പോൾ 3 തരത്തിലെ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. നോർമൽ റിക്വയർമെൻറ്റ്സ് ഉണ്ട്, എക്സ്പെക്റ്റഡ് റിക്വയർമെൻറ്റ്സ് ഉണ്ട്, എക്സൈറ്റ് റിക്വയർമെൻറ്റ്സിന് 3 തരത്തിലാണ് QFTൻ്റെ 3 ടൈപ്സ് റിക്വയർമെൻറ്റ്സ് വരുന്നത്. ദീസ് ഫീച്ചേഴ്സ് ഗോ ബിയോണ്ട് ദ കസ്റ്റമേഴ്സ് എക്സ്പെക്റ്റേഷൻ ആൻഡ് പ്രൂവ് ടു ബി വെരി സാറ്റിസ്ഫൈങ് വെൻ പ്രസൻറ്റ്. അതുണ്ടെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ കൂടുമെന്ന്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഫോർ ന്യൂ മൊബൈൽ ഫോൺ കംസ് വിത്ത് സ്റ്റാൻഡേർഡ് ഫീച്ചർ ബട്ട് ഈസ് കപ്പിൾഡ് വിത്ത് എ സെറ്റ് ഓഫ് അൺഎക്സ്പെക്റ്റഡ് ക്യാപ്പബിലിറ്റീസ്. അതിന് പറഞ്ഞ ഒരു പുതിയ മൊബൈൽ ഫോൺ വരികയാണ്, സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സോട് കൂടിയ ഒരു പുതിയ മൊബൈൽ ഫോൺ വരികയാണ്. അപ്പോൾ അതൊരു
പ്രതീക്ഷിക്കാതെ അതിൻ്റെ ക്യാപ്പബിലിറ്റീസൊക്കെ ഇതിൽ ആഡ് ചെയ്യപ്പെടുക എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രതീക്ഷിക്കാത്ത സന്തോഷം ഉണ്ടാവുക. അതാണ് എക്സൈറ്റഡ് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് പറയുന്നത്, അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞത് കൊളാബറേറ്റിംഗ് എക്സൈറ്റഡ് റിക്വയർമെൻറ്റ്സിനെ കുറിച്ചിട്ടാണ്. പിന്നെ പറഞ്ഞ QFT ആണ്. QFT 3 ടൈപ്പാണ് പറഞ്ഞത്. ഇനി അടുത്ത് പറയുന്നത് മൂന്നാമത്തത് യൂസേജ് സെനാരിയോസ്. അതും ഒരു എലിസിറ്റീവ് റിക്വയർമെൻറ്റ്സിൻ്റെ ഒരു ഭാഗമാണ് യൂസേജ് സെനാരിയോസ് എന്ന് പറയുന്നത്. ആസ് റിക്വയർമെൻറ്റ്സ് ആർ ഗ്യാതേർഡ് an overall vision of the system function and features begin to materialize. However, it is difficult to move into more technical software engineering activities until you understand how these functions and features will be used by different classes of end users. അതായത് യൂസേജ് ഓഫ് ഓരോരോ ഭാഗങ്ങൾ എങ്ങനെയൊക്കെ എത്രത്തോളം യൂസ്ഫുൾ ആണ് എന്നുള്ളത് മനസ്സിലാക്കൽ, ഓരോ റിക്വയർമെൻറ്റ്സിൻ്റെയും യൂസേജ് എങ്ങനെയൊക്കെയാണ്. ആസ് എ റിക്വയർമെൻറ്റ്സ് ആർ ഗ്യാദർ, നമ്മൾ റിക്വയർമെൻറ്റ് ഗ്യാദർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് ഓവറോൾ വിഷൻ ഓഫ് ദി സിസ്റ്റം ഫംഗ്ഷൻ ആൻഡ് ഫീച്ചർ ബിഗിൻ ടു മെറ്റീരിയൽ. അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ നമ്മുടെ ഒരു വർക്കിൻ്റെ ഓവറോൾ പിക്ചർ നമുക്ക് വരും. ഇന്ന റിക്വയർമെൻറ്റ്സ് ഇന്ന ഭാഗത്ത് വെക്കാം എന്നുള്ളൊരു രീതി നമ്മുടെ മെറ്റീരിയലൈസ് ചെയ്യപ്പെടും. ഹവർ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മൂവ് ഇൻ ടു മോർ ടെക്നിക്കൽ സോഫ്റ്റ്വെയർ. എങ്ങനെയൊക്കെയായാലും എന്താണ് ആ ഒരു ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആക്ടിവിറ്റിയിലേക്ക് ഈ റിക്വയർമെൻറ്റ്സിനെ മൂവ് ചെയ്യിക്കാൻ കുറച്ച് പ്രയാസമുള്ള പണി തന്നെയാണ്. ആ ഓരോ ഫീച്ചേഴ്സും ഓരോരോ ഡിഫറെൻറ്റ് യൂസേഴ്സാണത് യൂസ് ചെയ്യുക. ഓരോ റിക്വയർമെൻറ്റ്സും സെപ്പറേറ്റ് എൻ യൂസേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഒരു വർക്ക് കംപ്ലീറ്റ് ആണ്. യൂസേഴ്സ് സെനാരിയോസ് എന്ന് പറയുമ്പോൾ ഓരോരോ തീം, ഓരോരോ സ്റ്റേജ്, ഓരോ ഭാഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. To accomplish this, developers and user can create a set of scenarios that identify thread of usage for the system to be considered. The scenarios called use case. To accomplish this, ഡെവലപ്പേഴ്സും യൂസേഴ്സും, അതായത് കസ്റ്റമേഴ്സും കൂടി ഒരു കുറച്ച് സെനാരിയോസ് ഐഡൻറ്റിഫൈ. സെനാരിയോസ് മീൻസ് ഓരോരോ പാർട്ടായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ, സിസ്റ്റത്തിൻ്റെ കൺസ്ട്രക്ഷൻ ഐഡൻറ്റിഫൈ. ആ ഓരോ സ്റ്റേജിനെ അല്ലെങ്കിൽ ഓരോ പാർട്സിനെയും പറയുന്ന പേരാണ് യൂസ് കേസസ്. ആ ഓരോ യൂസ് കേസിനും സെപ്പറേറ്റ് ഫങ്ഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് റിക്വയർമെൻറ്റ്സിന് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. ഇതാണ് യൂസേജ് സെനാരിയോസും ഉദ്ദേശിക്കുന്നത്, റിക്വയർമെൻറ്റ്സ് തന്നെയാണ്. പിന്നെ നാലാമത്തെ പറയുക എലിസിറ്റേഷൻ വർക്ക് പ്രൊഡക്റ്റാണ്. The work products produced as a sequence of requirements elicitation will vary depending on the size of the system or product to be built. For most systems, the work product include. അതായത് ഒരു എലിസിറ്റേഷൻ വർക്ക് പ്രൊഡക്റ്റ് ഉദ്ദേശിക്കുന്നത് റിക്വയർമെൻറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള വർക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനാണ്. ദ വർക്ക് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ്ഡ് ആസ് എ കോൺസിക്വൻസ് ഓഫ് റിക്വയർമെൻറ്റ്സ് എലിസിറ്റേഷൻ വിൽ വെരി. നമ്മുടെ സിസ്റ്റത്തിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് റിക്വയർമെൻറ്റ്സിൻ്റെ എലിസിറ്റേഷനിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അതായത് വലിയൊരു സിസ്റ്റം ആണെങ്കിൽ അതിനനുസരിച്ചുള്ള റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്യുന്നതിന് വരും. ചെറിയൊരു ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള റിക്വയർമെൻറ്റ്സ് മതിയായിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ സൈസിനനുസരിച്ച് റിക്വയർമെൻറ്റിൽ എൻ്റെ എലിസിറ്റേഷനിൽ വേരി ചെയ്യും എന്നാണ് പറയുന്നത്. പിന്നെ വർക്ക് പ്രൊഡക്റ്റ് മെയിനായിട്ടും ഒരു മോസ്റ്റ് സിസ്റ്റത്തിലും വർക്ക് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അതിന് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് നീഡ് ആൻഡ് ഫീസിബിലിറ്റി, ഒരു സ്റ്റേറ്റ്മെൻറ്റ് നീഡ് ആൻഡ് ഫീസിബിലിറ്റി, അതായത് ഈ ഒരു വർക്ക് പോസിബിൾ ആണോ അല്ലയോ എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ എ ബൗണ്ടഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്കോപ്പ് ഓഫ് ദി സിസ്റ്റം ഓർ പ്രൊഡക്റ്റ്, ആ ഒരു സിസ്റ്റത്തിൻ്റെ സ്കോപ്പ് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. അത് കുറച്ച് ഡിസ്ക്രിപ്ഷൻ തന്നെ ഉണ്ടായിരിക്കും. പിന്നെ അടുത്ത ലിസ്റ്റ് ഓഫ് കസ്റ്റമർ, യൂസർ ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഹു പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ റിക്വയർമെൻറ്റ് എലിസിറ്റേഷൻ. പിന്നെ ഈ റിക്വയർമെൻറ്റ് എലിസിറ്റേഷനിൽ റിക്വയർമെൻറ്റ് ഗ്യാദർ ചെയ്ത കസ്റ്റമേഴ്സ്, അതുപോലെ പിന്നെ പറയുന്നത് ടെക്നിക്കൽ അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതായത് കസ്റ്റമേഴ്സ് ആവാം, മറ്റുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആവാം, യൂസേഴ്സ് ആവാം, അവരെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അപ്പോൾ എലിസിറ്റേഷൻ എന്ന വർക്കിലെ പ്രൊഡക്റ്റുകളൊക്കെയാണ് ഇതൊക്കെ. പിന്നെ ലാസ്റ്റ് പറയുന്നത് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് സിസ്റ്റംസ് ടെക്നിക്കൽ എൻവയോൺമെൻറ്റ്, പിന്നെ സിസ്റ്റത്തിൻ്റെ ടെക്നിക്കൽ സൈഡിനെ കുറിച്ചുള്ളൊരു ഡിസ്ക്രിപ്ഷൻ. പിന്നെ പറയുന്നത് എ ലിസ്റ്റ് ഓഫ് റിക്വയർമെൻറ്റ്സ് ആൻഡ് ഡൊമൈൻ കൺസ്ട്രെയിൻറ്റ്സ് ദാറ്റ് അപ്ലൈ ടു ഈച്ച്. പിന്നെ റിക്വയർമെൻറ്റ്സിൻ്റെ ഡൊമൈൻ കൺസ്ട്രെയിൻറ്റ്സ് പറയുമ്പോൾ ഓരോരോ സ്റ്റേജിൽ എങ്ങനെയൊക്കെ റിക്വയർമെൻറ്റ്സ് യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട്.
A list of usage scenarios that provide insight into the use of the system or product under different operating കണ്ടീഷനിൽ വ്യത്യസ്ത ഓപ്പറേഷൻ കണ്ടീഷനിൽ എങ്ങനെയൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്, യൂസേജ് സെനാരിയോസ് എന്ന് പറഞ്ഞാൽ യൂസ് കേസുകളായിട്ട് ഏതൊക്കെ രീതിയിലുള്ള യൂസ് കേസുകളായിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ ലാസ്റ്റ് പറഞ്ഞാൽ എനി പ്രോട്ടോടൈപ്സ് ഡെവലപ്പ് ടു ബെറ്റർ ഡിഫൈൻ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ ഇനിയും ഇതിൽ നല്ല റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് തീരുമാനിക്കാനുള്ള, അതായത് എനി പ്രോട്ടോടൈപ്സ് ഡെവലപ്ഡ് ടു ബെറ്റർ ഡിഫൈൻ റിക്വയർമെൻറ്റ്സിനെ ഡിഫൈൻ ചെയ്യാൻ ഇതിലും വലിയ എന്തെങ്കിലും പ്രോട്ടോടൈപ്സ് ഉണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. എലിസിറ്റേഷനിലെ വർക്ക് പ്രൊഡക്റ്റ് പറയുമ്പോൾ ഒന്ന് നീഡ് ആൻഡ് ഫീസിബിലിറ്റി സ്റ്റേറ്റ്മെൻ്റ് ആണ്, പിന്നെ സ്കോപ്പ് ഓഫ് ദി സിസ്റ്റം, പിന്നെ ലിസ്റ്റ്. അടുത്ത് മൂന്നാമത് പറഞ്ഞത് കസ്റ്റമേഴ്സിൻ്റെയും യൂസേഴ്സിൻ്റെയും സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ലിസ്റ്റ് ഔട്ട്, പിന്നെ സിസ്റ്റത്തിൻ്റെ ടെക്നിക്കൽ എൻവിറോൺമെൻറ്റിനെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ, ഡൊമൈൻ കൺസ്ട്രെയിൻസ്, അതായത് നമ്മുടെ ഇതിൻ്റെ ഓരോരോ സ്റ്റേജുകളും ഷെഡ്യൂളുകളും കറക്റ്റായിട്ട് പറഞ്ഞാണ് ഡൊമൈൻ കൺസ്ട്രെയിൻസ് പറയുന്നത്. പിന്നെ യൂസ് കേസസ് അല്ലെങ്കിൽ യൂസേജ് സെനാരിയോസ്, പിന്നെ പ്രോട്ടോടൈപ്പ് ഡെവലപ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് എലിസിറ്റേഷൻ വർക്ക് പ്രൊഡക്റ്റ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം കുറച്ചൊരു മനസ്സിലാക്കാൻ ഒരു പ്രയാസമുള്ളൊരു ഭാഗമാണെങ്കിൽ കൂടി ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എലിസിറ്റിംഗ് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ് എലിസിറ്റിംഗ് റിക്വയർമെൻറ്റ്സ്, പിന്നെ അതിലുള്ള ഓരോന്ന് കൊളാബറേറ്റീവ് റിക്വയർമെൻറ്റ്സ് ഗ്യാതറിങ്, അതിൽ 5 ഗൈഡ് ലൈൻസുകൾ, പിന്നെ QFT ഡിഫറെൻറ്റ് 3 ടൈപ്സ് ഓഫ് റിക്വയർമെൻറ്റ്സ്, നോർമലി, എക്സ്പെക്റ്റഡ്, എക്സൈറ്റിങ്. പിന്നെ പറഞ്ഞ യൂസേജ് സെനാരിയോസ് ആണ്. യൂസേജ് സെനാരിയോസിൽ എന്താണ് യൂസ് കേസസ് എന്താണെന്നുള്ളത്. പിന്നെ എലിസിറ്റിംഗ് വർക്ക് പ്രൊഡക്റ്റ്, അതിലുള്ള വർക്ക് പ്രൊഡക്റ്റുകൾ 5 വർക്ക് പ്രൊഡക്റ്റുകൾ, 5 അല്ല 7 വർക്ക് പ്രൊഡക്റ്റുകൾ. ഇത്രയും കാര്യങ്ങളാണ് എലിസിറ്റിംഗ് റിക്വയർമെൻറ്റ്സിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.